ലോകത്തിന്റെ മുഴുവൻ കണ്ണ് ഇറാനിലേക്കും അമേരിക്കയിലേക്കുമാണ്. ഏതു നിമിഷവും ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്നും ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്നുമുള്ള ഭയത്തിലാണ് ലോക രാജ്യങ്ങൾ മുഴുവൻ. ചർച്ചകളിലൂടെ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ ഫലം കണ്ടു എന്ന് വേണം പറയാൻ. ഇറാനുമായി US സജീവ ചർച്ചകളിൽ തന്നെയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി രംഗത്ത് വന്നു കഴിഞ്ഞു. അറബിക്കടലിൽ ഇറാനിയൻ ഡ്രോൺ US വിമാനവാഹിനി കപ്പൽ വെടിവെച്ച് വീഴ്ത്തിയതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. മുൻപ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ പോലെയുള്ള ഒരു സൈനിക നടപടി ഒഴിവാക്കാൻ ഇറാൻ താൽപര്യപ്പെടുന്നതായും പക്ഷേ ചർച്ചകൾ വേണമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനുമായി US സജീവ ചർച്ചകളിലാണെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ലോക രാഷ്ട്രീയത്തിലെ ട്രംപ് ശൈലിയിലെ ഇരട്ടത്താപ്പിനെ വീണ്ടും തുറന്നു കാണിക്കുന്നതാണ്. ഒരു വശത്ത് ചർച്ചകൾ വേണം, യുദ്ധം ഒഴിവാക്കണം എന്ന വാചകം, മറുവശത്ത് മുൻകാലത്ത് ഇറാനിൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ പോലുള്ള സൈനിക നടപടികളുടെ ഭീഷണി. ഈ പരസ്പര വിരുദ്ധ നിലപാടുകളാണ് ട്രംപിന്റെ വിദേശ നയത്തിന്റെ രീതി. സംവാദത്തിന്റെ ഭാഷ ഉപയോഗിച്ച് സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ഏകാധിപത്യ രാഷ്ട്രീയ തന്ത്രം. ട്രംപിന്റെ രാഷ്ട്രീയ സമീപനം ശുദ്ധമായ നയതന്ത്രമല്ല, അത് ബിസിനസ് ഇടപാടുകളുടെ ഭാഷയാണ് പ്രവർത്തിക്കുന്നത്. ശക്തി പ്രദർശനം നടത്തി എതിരാളിയെ മനഃശാസ്ത്രപരമായി തളർത്തുക, തുടർന്ന് ഡീൽ എന്ന പേരിൽ കീഴടങ്ങൾ ഉറപ്പാക്കുക, ഇതാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം മാതൃക. ഇറാനുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ പ്രസ്താവനകളും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇറാൻ യുദ്ധം ഒഴിവാക്കാൻ താല്പര്യപ്പെടുന്നു എന്ന ട്രംപിന്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ ഇറാനെ ഒരു കീഴടങ്ങൾ നിലയിലേക്ക് തള്ളിവിടാനുള്ള ശ്രമമായി വായിക്കാം. ചർച്ചകൾ ആവശ്യമാണെന്ന അവകാശവാദത്തിനുള്ളിൽ തന്നെ സൈനിക ഭീഷണിയുടെ നിലനിൽക്കുന്നു. ഇത് വെറും ഇറാൻ US ബന്ധത്തിന്റെ പ്രശ്നമല്ല. ട്രംപിന്റെ ഈ ഏകാധിപത്യ ശൈലി ലോകക്രമത്തെ തന്നെ അപകടത്തിലാക്കുന്ന ഒന്നാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരം മാനിക്കാതെ സൈനികവും സാമ്പത്തികവുമായ ശക്തി ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളെ ഡീൽ ചെയ്യാൻ നിർബന്ധിക്കുന്ന സമീപനം അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്നു. ഐക്യരാഷ്ട്രസഭ, അന്താരാഷ്ട്ര കരാറുകൾ, ബഹുപക്ഷ നയതന്ത്രം ഇവയെല്ലാം ട്രംപ് ഭരണകൂടത്തിന് തടസ്സങ്ങളായി